നാട്ടിലെ ഏരിയ കമ്മിറ്റി ചെയ്യപ്പെട്ട നാട്ടുകാരെ ഈ ദിനം സദസ്സിലുള്ള ഉന്നതരായ സാമൂഹിക സഹോദരന്മാരെ വർത്തമാനകാല രാഷ്ട്രീയ സംഭവവാസങ്ങളെ സംബന്ധിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ധനകാര്യമന്ത്രി വളരെ വിശദമായി തന്നെ നിങ്ങളോട് പെരുമാറുന്നു. ദീർഘമായ പെരുമാറുന്നത് ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് നിങ്ങളുടെ സംസാരം അടുത്ത കാലത്തായി നിങ്ങളുടെ കേരളത്തിന്റെ സ്ഥിതിഗതികൾ നടത്തുകയാണ്. CPM-നും ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്കുമെതിരെ ഒരു മഴവിൽ സഖ്യം നമ്മുടെ സംസ്ഥാനത്ത് രൂപകൊണ്ടതായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി അതുപോലെ തന്നെ BJP മാത്രമല്ല RSS അതിന് അങ്ങേപ്പുറത്ത് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതുപോലെ SDPI അടക്കമുള്ള ജില്ലാ വർഗീയ കേരളത്തിലെ ഏകീകരിച്ചുകൊണ്ട് CPM-നും ഇടതുപെട്ട ജനാധിപത്യത്തിനുடைய ഗവൺമെന്റിനെതിരായി വ്യാപകമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് കേരള രാഷ്ട്രീയം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാവും എന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളാവട്ടെ അങ്ങേയറ്റം തീഷ്ണമായ ആക്രമണങ്ങളാണ് CPM-നും LDF-നെതിരായി സർക്കാരിനെതിരായി വിശിഷ്യ അതിന് മുഖ്യമന്ത്രി പിണറായിക്കെതിരായി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു മഴവിൽ സഖ്യം രൂപം കൊണ്ടത്? നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്ത് അധികാരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് അവർ നടപ്പാക്കുന്ന സാമ്പത്തിക നയത്തെ തീഷ്ണമായി എതിർക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. 90-കൾ മുതൽ കോൺഗ്രസ് ആരംഭിച്ച ഈ സാമ്പത്തിക നയം അന്ന് മുതൽ നമ്മൾ ശക്തിയായി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഇത് നാട്ടിലെ സാധാരണ മനുഷ്യനെതിരാണ്, ജനങ്ങളെ സമാധാനമാക്കുന്നതാണ്, കൃഷിക്കാരനെ കുറ്റവാളിയടിപ്പിക്കുന്നതാണ്, രാജ്യത്തെ കോർപ്പറേറ്റുകളെ അടിച്ചുകൊടുക്കുന്നതാണ്. എത്രയോ തവണ നിങ്ങൾ CPM-ന്റെ വേദികളിൽ നിന്ന് കേട്ട ഈ മുദ്രാവാക്യം ആ നയം നടപ്പാക്കി 40-35-30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ അവസ്ഥ നിങ്ങൾ പരിശോധിച്ചാൽ CPM ചൂണ്ടിക്കാട്ടിയ എല്ലാ അപജയങ്ങളും അതിൽ ഏറ്റവും ഗൗരവമായ നിലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്ന് നിങ്ങൾ കാണാം. നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകൾ പണ്ട് മുതൽ ശക്തിപ്പെടുക, രാജ്യത്തിന്റെ സമ്പത്തെ കുന്നുകൂട്ടുക. ഇന്ത്യയിൽ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ